ഓരോ സോഷ്യൽ വർക്കറുടെയും ജീവിതം അതിൻ്റെ തനിമ ചോർന്നു പോകാതെ അവതരിപ്പിച്ചാൽ കല്ലും നെല്ലും പതിരും എല്ലാം ചേർന്ന ഹൃദ്യമായ ഒരു അനുഭവമാകും. ഒരു തിരുശേഷിപ്പ് പോലെ നമുക്കവയെ ചേർത്തു പിടിക്കാനാകും. ഇന്ന് ഈ വേദിയിൽ നമ്മൾ ഓരോ സോഷ്യൽ വർക്കർമാരും നമ്മുടെ കരിയറിൽ എപ്പോഴെങ്കിലും കടന്നുപോയിട്ടുള്ള ചില സന്ദർഭങ്ങളെ നർമ്മത്തിൻ്റെ അകമ്പടിയോടെ അവതരിപ്പിക്കുകയാണ്. ഏതെങ്കിലും പ്രത്യേക വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ തൊഴിലിടങ്ങളെയോ തന്നെ ഇതിൽ പ്രതിനിധാനം ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഈ ദൃശ്യാവിഷ്കാരം തികച്ചും സാങ്കല്പികമാണ്. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞുപോയ സോഷ്യൽ വർക്കർമാരെ അനുസ്മരിക്കുന്നതിനോടൊപ്പം നമ്മൾ സോഷ്യൽ വർക്കർമാർ സമൂഹത്തിന് നൽകി വരുന്ന എല്ലാ സേവനങ്ങൾക്കുമുള്ള ആദരവായും ഈ കലാസൃഷ്ടി സമർപ്പിക്കുന്നു. മലയാളി അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഇൻ ഒന്റാരിയോ മാസ്വോ പ്രസൻസ് ഒരു സോഷ്യൽ വർക്ക് കാണ്ഡം, എ ടെയിൽ ഓഫ് എ കനേഡിയൻ സോഷ്യൽ വർക്കർ. എന്തായാലും ഇന്റർവ്യൂ അങ്ങ് സെറ്റായി. ആ നിഖിലിനെ വിളിച്ച് താങ്ക്സ് പറഞ്ഞേക്കാം, കുറെ സഹായിച്ചതല്ലേ. ആ ഹലോ അളിയ. എന്തായി അളിയ, പണി കിട്ടിയോ? കിട്ടി അളിയ, പണി കിട്ടി. നീ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ അവർ ചോദിച്ചത്, അതുകൊണ്ട് മാത്രം ഞാൻ പൊളിച്ചടക്കി. പിന്നെ അതിനിടയ്ക്ക് അവർ കുറച്ച് കൊനിഷ്ഠ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, അത് ഞാൻ കൈനീട്ടം സെറ്റാക്കി. അങ്ങനെ എന്തായാലും കാനഡയിലെ ഫസ്റ്റ് വോളണ്ടിയർ ജോബ് സെറ്റായി. കൺഗ്രാറ്റ്സ് മച്ചാ, ഞാൻ പറഞ്ഞല്ലേ എല്ലാം നടക്കുമെന്ന്. എടാ അതിരിക്കട്ടെ, സൈറ്റ് ഏതാന്ന് വല്ലതും പറഞ്ഞോടാ. അതല്ലേ മോനെ രസം. നിന്റെ റെഫറൻസ് പറഞ്ഞുകൊണ്ട് നിന്റെ കൂടെ തന്നെ പോസ്റ്റിങ്, സെയിം ഗ്രൂപ്പ് ഹോമിൽ. പിന്നെ നിന്നെ മെൻറ്ററാക്കി വെച്ചിരിക്കുന്നത്. സ്കെഡ്യൂളും കിട്ടി. വിത്തിൻ 2 days അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ബെസ്റ്റ്, നന്നായി. നിന്റെ ആ പൊക്കവും തടിയും ആ ധൈര്യമൊക്കെ കണ്ടിട്ടാവും നിന്നെ ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്തതേ. അതെന്താ ആകുമ്പത്തൊരു നെഗറ്റീവ് ടോൺ? നിനക്കെല്ലാം വഴിയെ മനസ്സിലായിക്കോളും. ശരിയടാ, എൻ്റെ ബ്രേക്ക് കഴിഞ്ഞു, ഷിഫ്റ്റ് കയറാൻ പോവാ. പിന്നെ കാണാളിയാ. ഓ ഓക്കെ ഓക്കെ. ആ ശരിയടാ. എന്നാലും അവനെന്താ അങ്ങനെ പറഞ്ഞേ? എന്തെങ്കിലും ആവട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ അരുണിൻ്റെ മോഹങ്ങൾക്ക് പതിയെ ചിറക് മുളയ്ക്കാൻ തുടങ്ങി. അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൻ പഠിച്ച സോഷ്യൽ വർക്ക് ഫീൽഡിൽ ഒരു വോളണ്ടിയർ ജോലി. പക്ഷെ ഗ്രൂപ്പ് ഹോമിൽ കയറി ആഴ്ച 2 ആയെങ്കിലും അവൻ ഇപ്പോഴും കഠിന പരിശ്രമത്തിലാണ്. നമുക്ക് കാണാം അരുണിൻ്റെ ചില ഗ്രൂപ്പ് ഹോം വിശേഷങ്ങൾ. അളിയ, ശരിക്കും പറഞ്ഞ ഈ ഫുഡ് ഉണ്ടാക്കലും അടിച്ചുവാരലും എല്ലാം കൂടിയിട്ട് ഈ ഗ്രൂപ്പ് ഹോം എന്ന് പറഞ്ഞ ഒരുതരം അടുക്കളപ്പണിയാണല്ലേ? നോ മാൻ, ദിസ് ഇസ് നോട്ട് അടുക്കളപ്പണി. ദിസ് ഇസ് തെറാപ്യൂട്ടിക് കുക്കിംഗ് ആൻഡ് തെറാപ്യൂട്ടിക് ക്ലീനിങ്. മനസ്സിലായോ? എന്തൊക്കെയോ മനസ്സിലായി വരുന്നു. ഇനി എന്തെല്ലാം നീ മനസ്സിലാക്കാൻ കിടക്കുന്നു. നീ വന്നേ. How dare you to touch me? You idiota. അയ്യോ തല്ലല്ലേ. Aren't you tired of my hands yet? Stop, please stop. Or you even want more? Come on, get it from me. കണ്ണിലൂടെ പൊന്നീച്ച പറക്കുന്നു. അമ്മേ, ഇതെന്താ ബ്ലഡോ? എൻ്റെ ഈശ്വര, എൻ്റെ ഒരു വിധി. അതിനിടയ്ക്ക് ആറി സമയത്ത് നാട്ടിൽ നീ തന്നെയാണോ? ക്ഷേമന്വേഷിക്കും വിളിക്കണതായിരിക്കും. ഹലോ ചേട്ടാ, കാനഡ എങ്ങനെയുണ്ട്? സേഫ് അല്ലേ? എടാ, ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടില്ല നിന്നോട് ഞാനോട് സേഫ് ആണെന്ന്. പിന്നെ എന്താടാ ചേട്ടാ,
ചേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ നാട്ടിലെ നല്ലൊന്നാന്തരം സോഷ്യൽ വർക്ക് ജോലിയും കളഞ്ഞ് ഉള്ള ലോണും എടുത്ത് സ്റ്റുഡൻറ് വിസയിൽ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ടെൻഷൻ. എടാ മോനെ, ആദ്യമായി വരുന്നതിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ടെന്നല്ലാതെ ഇവിടെ സ്വർഗ്ഗാടാ സ്വർഗം. നീ അടിച്ചു കയറി വേടാ മോനെ കാനഡയ്ക്ക്. ഓഫ് കോഴ്സ് ചേട്ടാ, ഓഫ് കോഴ്സ്. എടാ മോനെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു പേഷ്യൻ്റ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഉള്ളത് പറഞ്ഞാൽ എന്നെ മാത്രമേ പുള്ളിക്കാരനെ പേടിയുള്ളൂ. എൻ്റെ ഡീലിങ്സ് അങ്ങനെയാ. എന്നാൽ ഞാൻ വെക്കുവാണേ, പിന്നെ വിളിക്കാം. ഓക്കെ ചേട്ടാ, ക്യാരി ഓൺ. ചേട്ടാ, ഞാൻ വരുമ്പോൾ ചേട്ടൻ്റെ ആ സ്പെഷ്യൽ ഡീലിങ്സ് എനിക്കൂടി പഠിപ്പിച്ചു തരണേ. ശരി ചേട്ടാ, ബൈ ബൈ ബൈ. ഓക്കെ ഓക്കെ. അവൻ്റെ ഒരു സ്പെഷ്യൽ ഡീലിങ്സ് മനുഷ്യനോട് തല്ലുകൊണ്ട് ചാവാനടിക്കുമ്പോഴാണ്. എൻ്റെ മൂക്ക്, എൻ്റെ ദൈവമേ. അളിയ എന്തു പറ്റി? ആ B6 എന്തോ ഒരു സൗണ്ട് കേട്ടല്ലോ. എനി പ്രോബ്ലം? ഓ, ഒരു ചെറിയ പ്രശ്നം. തീ പാർന്നൊരു അടി കിട്ടി. അതും ആ വട്ടൻ ഇറക്കിൻ്റെ വക. അമ്മേ, എൻ്റെ മൂക്കിൻ്റെ പാലം തകർന്നോന്നാ എനിക്ക് സംശയം. അയ്യോ, നിനക്ക് ഓടി മാറാൻ പാടില്ലായിരുന്നോ? ഓ, പറ്റിയില്ലടാ. എൻ്റെ അമ്മ പോലും എന്നെ അങ്ങനെ തല്ലിയിട്ടില്ല, നിനക്കറിയാവോ? അയ്യോ, നീ സെന്റിമെന്റ് ആവാതെ അളിയ. ഈ അടിയൊക്കെ ഇവിടെ സാധാരണയാ. എനിക്കിവിടെ ഇടയ്ക്കൊക്കെ കിട്ടാറുണ്ട്. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അളിയ, ഇവിടെ കയറി അന്ന് മുതൽ ഡെയിലി കിട്ടുന്ന അടിയ. എനിക്ക് മടുത്ത്. ഐ ക്വിറ്റ്. നീ ആ മാനേജറോട് പറഞ്ഞുതരാം. എനിക്ക് നീ തല്ലുകൊള്ളാൻ വയ്യ. ബൈ അളിയ, ബൈ. ചേടാ ചെല്ലിയല്ലേ, ഇപ്പൊ കിട്ടും. എടാ പോയി, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പച്ചരി മേടിച്ച് ജീവിക്കണ്ടേ, അതിനായി തല്ലൊക്കെ കൊള്ളുന്നേ. ആരോട് പറയാൻ? Walking on the subway tracks is dangerous, illegal, and could land you a fine of up to $5,000. Stay off the tracks. Tracks are for trains. For your safety, please stand behind the yellow line at all times. ഞാൻ നേരത്തെ വരൂടാ. നല്ല ക്ഷീണം. ഒരു പനിക്കുള്ള കൊള്ളാൻ തോന്നുന്നുണ്ട്. ഓ ആടാ, ഞാനിപ്പോൾ സബ്വേയിലാ. ശരി എന്നാ. ഓക്കെ, കാണാം. മലയാളിയാണല്ലേ? അതെ, അരുൺ. ഞാൻ അന്ന കുര്യൻ, ഇവിടുത്തെ മലയാളി അസോസിയേഷൻ പ്രസിഡന്റാണ്. മോൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു RSW ആണ്. ഓ, PSW, പേഴ്സണൽ സപ്പോർട്ട് വർക്കർ. ഓ, ഗുഡ്. അല്ലല്ല, PSW അല്ല, RSW, രജിസ്റ്റേർഡ് സോഷ്യൽ വർക്കർ. ഓ, ഐ സീ. ദാറ്റ്സ് ഓൾസോ ഗുഡ്. മേഡത്തിൻ്റെ പ്രൊഫഷൻ? ഇതൊക്കെ തന്നെ. യുനോ, ഞാനും അച്ചായനും, ഐ മീൻ മൈ ഹസ്ബൻഡ്, ഇവിടുത്തെ പഴയ ആൾക്കാരാ. 90s എൻഡിൽ കാനഡയിൽ വന്നതാ ഞങ്ങൾ. വി ട്രൈഡ് സോ മെനി ജോബ്സ്. ഇപ്പോൾ ഞാൻ ഈ അസോസിയേഷനൊക്കെ ആയി കമ്മ്യൂണിറ്റി സോഷ്യൽ സർവീസ് ആയിട്ട് ഐ എം വെരി ബിസി നൗ. ഓ, അപ്പം അച്ചായൻ? ഓ, ഹീ സ്റ്റിൽ വർക്ക്സ്. പറഞ്ഞാൽ കേൾക്കില്ല. യുനോ വൺ തിങ്, വീട്ടിൽ 1-2 വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഹെവി ട്രാഫിക്കിൽ ഐ പ്രിഫർ സബ്വേസ്. അതാ ഇവിടെ ഈ ട്രെയിനൊക്കെ നോക്കി നിന്ന്. പ്ലീസ് ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ്. ഇല്ല, അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. യാ, അസോസിയേഷൻ പ്രസിഡൻ്റായ ഞാൻ ഈ ട്രെയിനൊക്കെ നോക്കി നിൽക്കുന്നതൊക്കെ കണ്ട് ഒന്നും തോന്നല്ലേന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ ഇരിക്കട്ടെ. മിസ്റ്റർ അരുൺ മാരീഡ് ആണോ? അയ്യോ, അല്ല മേഡം. മാരേജ് പ്രപ്പോസൽ വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എനിക്കറിയാവുന്ന കുറേ നല്ല കുട്ടികളുണ്ട് അസോസിയേഷനിൽ തന്നെ. പിന്നെ സോഷ്യൽ വർക്കർ, അതും പ്രത്യേകിച്ച് രജിസ്റ്റേർഡ് സോഷ്യൽ വർക്കറൊക്കെ ആകുമ്പോഴേ നല്ല സാലറി ഒക്കെ ആയിരിക്കും അല്ലേ? മേഡം, കുഴപ്പമില്ലാതെ പോകുന്നു. എങ്കിലും എത്ര കിട്ടും? ഒരു 100K ഒക്കെ ആനുവലി ഉണ്ടാകുമല്ലേ? പിന്നെ 100K ഒക്കെ സ്റ്റാർട്ടിങ്ങിലേ കിട്ടും. ശരിക്കും ഈ സോഷ്യൽ വർക്ക് ഫീൽഡിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്തും ചെയ്യും മേഡം. ഹോസ്പിറ്റൽസ്, മെൻ്റൽ ഹെൽത്ത്, ഹൗസിംഗ്, ചിൽഡ്രൻസ് എയ്ഡ്, ഗ്രൂപ്പ് ഹോംസ്, സ്കൂൾസ്, ലോങ് ടേം കെയർ, അങ്ങനെ തുടങ്ങി കറക്ഷണൽ സെറ്റിങ്സ് വരെ. അതായത് ജയിലിൽ വരെ ഞങ്ങൾ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടെന്ന്. ഓ റിയലി? ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ടു നോ. ഞാൻ ഇപ്പോഴാണ് ഓർത്തേ, എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ മോളുണ്ട് ഇവിടെ ടൊറൻറ്റോയിൽ. വെരി സ്മാർട്ട് ഗേൾ. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാകും. ഒന്ന് ആലോചിച്ചാലോ? കല്യാണം കഴിഞ്ഞുള്ള പാർട്ടി നമ്മുടെ അസോസിയേഷൻ ഹാളിൽ വെച്ച് നടത്താമേ? അയ്യോ മേഡം, പറഞ്ഞു ഞങ്ങളുടെ പിള്ളേരുടെ ചോറൂണ് വരെ നടത്തുമല്ലോ. ചോറൂണ്? ബൈ ദ വേ, അരുണിൻ്റെ ഫുൾ നെയിം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. അരുൺ എസ്. എസ് സ്റ്റാൻഡ്സ് ഫോർ എന്താ? സെബാസ്റ്റ്യൻ?
അതോ സദാനന്ദൻ? ഓ മാഡം, ഇപ്പം എന്തായാലും ഞാൻ മാരേജിനെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല. സോറി. നമ്മുടെ പള്ളിക്കാരനല്ലെന്നാ തോന്നുന്നത്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഞാൻ ഇപ്പോഴാണ് ഓർത്തെ ഐ ഹാവ് ടു മേക്ക് എൻ ഇമ്പോർട്ടൻറ്റ് കോൾ. ഞങ്ങളുടെ അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ഉള്ളത്. സോ സീ യു ലേറ്റർ അരുൺ, കീപ് ഇൻ ടച്ച്. ഹലോ, പ്രസിഡന്റ് അന്ന കുര്യനാണ്. ഹൗ ആർ തിങ്സ് ഗോയിങ്? ഓ എന്താ ചാടാ, ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. എന്തായാലും കൊള്ളാം. Hello. Hi, Mr. Arun. This is Angela from the HR department at Toronto General Hospital. How are you doing? ഹായ് ഏഞ്ചല, ഐ എം ഡൂയിങ് ഗുഡ്, താങ്ക് യു. Mr. Arun, I would like to let you know that we have selected you for the social worker position in our hospital. This is a full-time position with good payment package and benefits. I will send the confirmation email soon. Do you have any questions to me regarding this? No, nothing. Thank you so much. You are welcome, Mr. Arun. Talk to you later then. Bye. Have a great day. Okay, bye. എന്തൊക്കെ അടി കൊണ്ടാലും അവസാനം താങ്ക് ഗോഡ് ഐ ഗോട്ട് ഇറ്റ്, താങ്ക് ഗോഡ്. ഒടുവിൽ അല്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അരുണിൻ്റെ പരിശ്രമങ്ങൾക്ക് ഫലമായി. ഇവിടെ ഒരു ഇമിഗ്രൻ്റായി എത്തിയ നാൾ മുതൽ അരുൺ ചെയ്യാത്ത ജോലികളില്ല. വാൾമാർട്ടിലും കോൾ സെൻറ്ററിലും ഫാക്ടറികളിലും പെട്രോ ക്യാൻഡയിലും ടിം ഹോട്ടൻസിലും അങ്ങനെ കുറേ അധികം ജോലികൾ. ഇപ്പോൾ ഇതാ വോളണ്ടിയർ പൊസിഷനിൽ നിന്നും വലിയൊരു സ്ഥാനക്കയറ്റം. അവൻ സ്വപ്നം കണ്ടതുപോലെ ഒരു സോഷ്യൽ വർക്കർ ജോലി, അതും ടൊറൻറ്റോയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിൽ ഒന്നിൽ. നമുക്ക് കണ്ടാലോ അരുണിൻ്റെ ചില ഹോസ്പിറ്റൽ വിശേഷങ്ങൾ? അയ്യോ, ഹായ്, ഐ എം അരുണസ്, ന്യൂ സോഷ്യൽ വർക്കർ ഇൻ ദിസ് വിങ്. ഓ മിസ്റ്റർ അരുൺ, വെൽക്കം. ഐ ആം ഡോക്ടർ ശിവാനി, ഈ വിങ്ങിലെ ഏക മലയാളി ഡോക്ടറാണ്. ഓ, എന്നോട് എമർജൻസിയിൽ വർക്ക് ചെയ്യുന്ന ജേക്ക് പറഞ്ഞിരുന്നു ഒരു മലയാളി ഡോക്ടർ ഉണ്ടെന്ന്. പക്ഷെ അതൊരു മെയിൽ നെയിം ആണല്ലോ പറഞ്ഞത്. ഓ, ദാറ്റ്സ് ഡോക്ടർ ഗോവിന്ദ് ഫ്രം സൈക്കാട്രി. ഹീസ് ഇൻ ദ സെക്കൻഡ് ഫ്ലോർ. ഐ എം കവറിംഗ് ദിസ് ഫ്ലോർ നൗ. ഓ, ഐ സി. ഡോക്ടറിന്റെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ജോലിയായിരിക്കും അല്ലേ? പുറമേ നിന്ന് നോക്കുന്നവർക്ക് ദിസ് ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. പക്ഷേ ഞാൻ പറയുന്നു, ഇതുപോലൊരു റിസ്ക് പിടിച്ച ജോലി ആണോ? ആ, സുഹൃത്തെ, വെറുത്തു പോകും സത്യം. എന്നിട്ടും ഡെയിലി ഞാൻ ഈ ജോലിക്ക് വരും. എന്നാ പിന്നെ പോവാതിരുന്ന പോരെ? രണ്ടറ്റം കൂട്ടി മുട്ടിക്കണ്ടേ അരുണേ? ഓ, അങ്ങനെ. എന്റെ അമ്മേ, ചങ്ക് പൊട്ടുന്നു. ആരെങ്കിലും എന്തേലും ചെയ്യോ? എന്റെ അമ്മേ. Oh my god, this patient is showing some symptoms of chest pain. Mr. Arun CPR trained alle. Please save him. Try CPR. ഞാനോ? Yes, Arun, come on. You can do it. ഇതെന്താ സംഭവം? Hallelujah. Miracle. സർവശക്തനായ ദൈവത്തിന്റെ അത്ഭുതം അരുണിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് രണ്ട് കരങ്ങൾ മുകളിലേക്ക് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ റൗണ്ട്സിന് സമയമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പേടിക്കണ്ട കേട്ടോ. അവർക്ക് അവരുടെ മോളെ ഡോക്ടറാക്കാൻ പറ്റാത്ത വിഷമത്തിലെ ഭ്രാന്തായതാ. സോ സാഡ്. ഓ, അപ്പൊ ചേട്ടനോ? അയ്യോ, എന്നെ അറിയില്ലേ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ഞാനിവിടെ പുതിയതാ. ഇങ്ങി വാ, പറഞ്ഞുതരാം. എന്നെ എൻ്റെ കൺസെന്റ് ഇല്ലാതെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക, അറിയാവോ? അയ്യോ, എന്താ ചേട്ടാ സംഭവം? കുടിപ്പക, മെഡിക്കൽ കോർപ്പറേറ്റുകളുടെ കുടിപ്പക. യു നോ, ഐ വാസ് എ നോൺ സയന്റിസ്റ്റ് ഇൻ കാനഡ. കോവിഡ് വാക്സിൻ ആദ്യമായി കണ്ടുപിടിച്ചത് ആരാ? ഈ ഞാൻ. എൻ്റെ കയ്യിൽ നിന്ന് അമേരിക്ക അത് അടിച്ചു മാറ്റി.
എന്നിട്ട് അവന്മാരത് വേറെ പേരിലിറക്കി. ഓ കഷ്ടായി പോയി. എന്താ ചേട്ടൻ്റെ ശരിക്കുള്ള പേര്? ഞാനോ? ഡോക്ടർ ടിൻറ്റുമോൻ, MBBS, FRCS, FFCS ഫ്രം ടൊറന്റോ യൂണിവേഴ്സിറ്റി. അടിപൊളി ചേട്ടാ. രാവിലത്തെ മരുന്ന് കിട്ടിയില്ലേ? അതാ. അയ്യോ അമ്മേ വിടാ. കൊള്ളാം. ഇത്രയും ഫേമസ് ആയി എന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലടാ. ഇയാളെ തെണ്ടി. Code white, ward C. Code white, ward C. അമ്മേ വെള്ളം വെള്ളം. സൂപ്പർവൈസർ ചേച്ചി പറഞ്ഞിരുന്നു പുതിയതായി ജോയിൻ ചെയ്ത സോഷ്യൽ വർക്കർ മലയാളിയാണെന്ന്. എന്തിനാ ഇങ്ങനെ അടിമേടിച്ചു കൂട്ടിയത്? ഒരു കോഡ് വൈറ്റ് വിളിക്കാൻ പാടില്ലായിരുന്നോ? കോഡ് വൈറ്റോ? യാ, കോഡ് വൈറ്റ്. എന്ത് വയലൻസ് സിറ്റുവേഷൻ ഉണ്ടായാലും കോഡ് വൈറ്റ് വിളിച്ചാൽ മതി. എല്ലാവരും ഹെൽപ്പിന് വരും. മനസ്സിലായോ? ബൈ ദ ബൈ, എൻ്റെ പേര് സ്മിത, ഇവിടുത്തെ ആറന്നാണ്. എന്താ പേര്? എൻ്റെ പേര് അരുൺ, രജിസ്റ്റേർഡ് സോഷ്യൽ വർക്കറാ. എനിക്ക് ഈ അടുക്ക് നല്ല ശീല. ആ, ഡെയിലി അടി ഇട്ടിട്ടായിരിക്കും മുഖമൊക്കെ നല്ല ചുവന്ന് തൊടുത്തിരിക്കണേ അല്ലേ? അയ്യോ അത് അടി കിട്ടിയതല്ല, ഞാൻ പണ്ടേ നല്ല വെളുത്തിട്ടാ. എനിക്കെൻ്റെ അമ്മയുടെ കളറാ സത്യം. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്, നീ വന്നിരിക്കാമോ എന്റെ കോമള മുഖത്ത്. നാണമല്ല ഞാനൊരു പൂവിൻ മുട്ടല്ലേ, എന്നെ പറിച്ചെടുക്കരുതേ. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്, നീ വന്നിരിക്കാമോ എന്റെ കോമള മുഖത്ത്. അങ്ങനെ ആ പ്രണയ സംഗമത്തിനൊടുവിൽ അരുണും സ്മിതയും വിവാഹിതരായി. കാനഡയിലെ അരുണിൻ്റെ ആദ്യ വിവാഹം, സോറി ആദ്യത്തേതും അവസാനത്തേതും. വർഷങ്ങൾ കടന്നുപോയി, നീണ്ട 12 വർഷങ്ങൾ. അതിനിടയിൽ പലതും സംഭവിച്ചു. ഇന്ന് ഈ 2024 അവരുടെ കുടുംബത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ? കാണാം ചില കുടുംബ വിശേഷങ്ങൾ. Mom, this is so embarrassing. ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് ഇന്ത്യൻ ഫുഡ് തന്നെ വരില്ലേ? It smells really bad. Even my close friends are bullying me. Do you know what they call me? Masala Molly. മസാല മോളി? ആഹാ, അത് നല്ല പേരാ. എടി, ഞാൻ അതിന് വേറൊന്നും തന്നില്ലല്ലോ. ഓൺലി പൊട്ടാറ്റോ ആൻഡ് ടൊമാറ്റോ കറി അല്ലേ ഇന്ന് വെച്ചത്? Oh, Mom, it's not pronounced like that. It's pronounced potato and tomato. Whatever you're saying is not a real English accent. ഓ പിന്നെ, നിനക്കാകെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമല്ലേ അറിയൂ? I know 6 languages. ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്കു, പിന്നെ കന്നഡയും. അവളുടെ ഒരു ആക്സെന്റ്. കന്നഡ ಗೊತ್ತಿಲ್ವಾ? Okay, Mom, I accept. You're great. Mom, I need a favor from you. Can I get a new iPhone? iPhone 16 Pro, please. This phone is so slow. I can't catch up the speed like others. iPhone 16 Proയോ? ആ, ഡാഡ് വരുമ്പോൾ നേരിട്ട് ചോദിച്ചോ. I am done with you. Okay, I will ask Dad for sure. ഇതെന്താ മനുഷ്യ, ഇന്നും തല്ല് കിട്ടിയോ? ഓ ഒന്നും പറയണ്ടടി, ഇന്നും വളഞ്ഞിട്ട് ആക്രമണമായിരുന്നു. ഓ, ഞാൻ പണ്ട് പഠിപ്പിച്ച കോഡ് വൈറ്റ് യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നോ? പിന്നെ അവളുടെ ഒരു കോഡ് വൈറ്റ് വായിൽ തുണി കയറ്റിട്ടിരിക്കുമ്പോ ഞാൻ എങ്ങനെയാണ് കോഡ് വൈറ്റ് വിളിക്കുന്നത്? ഓ, നിങ്ങൾ ഈ സോഷ്യൽ വർക്ക് പണി തുടങ്ങിയിട്ട് 10-20 കൊല്ലമായില്ലേ, എന്നിട്ടും ഈ അടിക്ക് ഒരു കുറവില്ലല്ലോ മനുഷ്യ. Oh, Dad, I feel so sorry for you. കണ്ടോ, എന്റെ കൊച്ചിന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ,
എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ. പറഞ്ഞോ. Dada, എനിക്ക് ഒരു help ചെയ്യാമോ? I need a new iPhone. iPhone 16 Pro. നല്ല റിക്വസ്റ്റ്. ഇപ്പം അതൊന്നും വേണ്ട മോളെ. This phone is too slow. It's really bothering me now. If I don't get a new iPhone, it's going to affect my studies. നീ എന്ത് പറഞ്ഞാലും I am not concerned. Oh, Dad, I know my rights. If this causes a problem in my studies, I will call the cops and Children's Aid. You know what will happen if I call the Children's Aid? Right, Dada? ഓ പിന്നെ ഒരു ചിൽഡ്രൻസ് എയ്ഡ് അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. CASലൊക്കെ വർക്ക് ചെയ്യുന്നവർ എനിക്കറിയാം. അവരങ്ങനെ ചുമ്മാ ഒന്നൊരു ആക്ഷൻ എടുക്കില്ല. പിന്നെ നീ എങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്താൽ നിന്റെ സ്കൂളിൽ നെക്സ്റ്റ് PA ഞാൻ മുണ്ടെടുത്തോണ്ട് വരും. അത് ഉറപ്പാ. ഞാൻ സാരിയും ഉടുക്കും. നിന്റെ ടീച്ചറോട് മലയാളത്തിൽ മാത്രമേ സംസാരിക്കൂ. അല്ല പിന്നെ. Oh God, no, Mom and Dad. Please don't do that. I can manage with this phone. You know what? This phone, ഒന്ന് refresh ചെയ്താൽ it will be fine. അത് ന്യായം. അങ്ങനെ വഴിക്ക് വാ. Dada, I have a genuine question. Actually, why are the social workers being attacked here in Canada? പറയാം മോളെ. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരുപാട് സങ്കീർണമായൊരു തൊഴിൽ മേഖലയാണ്. എല്ലാ സഹജീവികളുടെയും ജീവിത നിലവാരം ഉയർത്തുകയും ക്ഷേമം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നൊരു തൊഴിൽ മേഖല. എത്രയൊക്കെ സങ്കീർണം എന്ന് പറഞ്ഞാലും ഇതെല്ലാവർക്കും പറ്റുന്നൊരു ജോലിയൊക്കെ തന്നെയാണ്. മനസ്സിനൊരൽപ്പം നന്മയും സ്നേഹവും അനുകമ്പയും ഒക്കെയുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ജോലി. മനുഷ്യരെയും അവരുടെ മാനസിക വ്യതകളെയും ഏറ്റവും അടുത്ത് നിന്ന് സഹായിക്കുന്നതുകൊണ്ടാകും ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. എങ്കിലും അതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് മുന്നോട്ട് പോകാനാണ് ഏതൊരു സോഷ്യൽ വർക്കറും ആഗ്രഹിക്കുന്നത്. വരുന്ന തലമുറയ്ക്ക് വേണ്ടി, ഒരു നല്ല നാളേക്ക് വേണ്ടി ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേരെങ്കിലും ഈ ഭൂമിയിലൊക്കെ ഉണ്ടാവണ്ടേ. മോളൊന്ന് ചിന്തിക്കുക. ഒരു സോഷ്യൽ വർക്ക് കാണ്ഡം. അഭിനയിച്ചവർ അരുൺ ബോബി തോമസ്, നിഖിൽ ആശിഷ് കുഞ്ഞച്ചൻ, അസോസിയേഷൻ പ്രസിഡന്റ് മേരി ജോൺ, ഡോക്ടർ ടിൻഡുമോൻ വർഗീസ് ജേക്കബ്, സ്മിത സിബി സജി, ഡോക്ടർ ശിവാനി പ്രഭ ചാൾസ്, ചൈൽഡ് നീള ബ്രിജേഷ്, ഗ്രൂപ്പ് ഹോം അന്തേവാസികൾ ലിജു BN, അഭിമന്യു SG, ആഞ്ചലോസ് റീന ജെയിംസ്, സെക്യൂരിറ്റി ഗാർഡ് ചാൾസ് തോമസ്, ജോയൽ ജേക്കബ്, ഹോസ്പിറ്റൽ പേഷ്യന്റ് കിരൺ ചാക്കോ ജോർജ്. ശബ്ദം നൽകിയവർ വിനോദ് ജോൺ, ആഞ്ചലോസ് റീന ജെയിംസ്, സിബി സജി, ബോബി തോമസ്, നില ബ്രിജേഷ്, ടിജോ തോമസ്, മേരി ജോൺ, ലിജു BN, മഞ്ജുഷ ഇഞ്ചാരക്കുന്നിൽ. സ്റ്റേജ് കോർഡിനേഷൻ ലിജു BN, അഭിമന്യു SG, മഞ്ജുഷ ഇഞ്ചാരക്കുന്നിൽ, രമ്യ സുന്ദരൻ. രചന, ശബ്ദമിശ്രണം, സംവിധാനം ആൻഡോ പാല.